ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ച ഒരു പുതുതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഫ്രണ്ട് വശത്തെ കൺസ്ട്രക്ഷനൊക്കെ പണികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ചെടികൾ കംപ്ലീറ്റ് വെച്ച്, മരങ്ങൾ വെച്ചു, ഇവിടെ ഗേറ്റ് കംപ്ലീറ്റ് കവർ ചെയ്ത്, അവിടെ നല്ല പന വെച്ചു, എല്ലാം ഭംഗിയാക്കിയിട്ട് തീർത്തു. ഇതാണ് ഇതിൻ്റെ അകത്തോട്ടുള്ള വാട്ടർ ലൈനിൻ്റെ മെയിൻ കണക്ഷൻ. ഇതിപ്പോൾ നല്ല ഭംഗിയായി അതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വെച്ചു. ഇനിയും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡും അവർ നല്ല മനോഹരമാക്കി കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് അന്ന് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടായിരുന്നു, അത് ഓൾമോസ്റ്റ് തീർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ പണിയൊന്ന് പോയി നോക്കാമേ. പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മഴ പെയ്യുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ഒരു തുള്ളി പോലും വെള്ളം നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ആ വെള്ളം മുഴുവൻ വന്ന് കിടക്കുന്ന, കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയുടെ വെള്ളമാണ് ഇതിൻ്റെ അകത്ത് വന്ന് കിടക്കുന്നത്. അപ്പം ഈ വീടുകൾക്കോ ഗ്രൗണ്ടിനോ ഒരു തുള്ളി വെള്ളം പോലും കെട്ടിക്കിടക്കത്തില്ല. കംപ്ലീറ്റ് മഴവെള്ളവും ഇതിൻ്റെ അകത്ത് ഒലിച്ച് വന്ന് കിടക്കും. ഒരു മെയിൽ ബോക്സ് വെച്ചു. ഓരോ വീട്ടുകാർക്കും ഓരോ നമ്പറുകളാണ്. അപ്പോൾ അതുപോലെ ആ വീട്ടുകാർക്ക് മെയിൽ വന്ന് തുറന്ന് എടുക്കാൻ പറ്റും. മെയിൽ ക്യാരിയർ വന്ന് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഓരോ വീട്ടുകാരുടെ നമ്പറനുസരിച്ച് അവർക്കുള്ള മെയിൽ ഇതിൻ്റെ അകത്ത് കൊണ്ട് ഇടും. എന്നിട്ട് അത് ലോക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ വീട്ടുകാർ വന്ന് അത് തുറന്നെടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ പണി ഒന്നും ആയിട്ടില്ലായിരുന്നു. ദേ കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും തീർത്തു. കംപ്ലീറ്റ് വിൻഡോസും ഡോർസും എല്ലാം വെച്ചു, മനോഹരമായിട്ട് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കയറി നോക്കാമേ. ഇതിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഓരോ സാധനങ്ങൾ ഇവിടെ ഇടും. എന്നിട്ടത് വലിയ കണ്ടെയ്നർ വന്ന് കംപ്ലീറ്റ് സാധനം തൂത്തെടുത്തുകൊണ്ട് പോകും. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ, ഇത് ലിവിങ് റൂം, ഇത് ഡൈനിങ് അല്ലെങ്കിൽ ലിവിങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ലിവിങ് റൂം, ഇത് ഡൈനിങ് ഏരിയ. കിച്ചൻ്റെ പണികൾ കണ്ടില്ല, ഇതൊക്കെ ഐലൻഡ് വരുന്ന കിച്ചൻ്റെ മീൻസ്. ഇതൊരു ഹ്യൂജ് വീടാണ് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു $1 മില്യൺ ആവും. അതിൻ്റെ പൂളിൻ്റെ പണി, അന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് പൂളിൻ്റെ പണിയൊക്കെ അവിടെ എല്ലാം മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പൂളിൻ്റെ എല്ലാം എടുത്തവർ. അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരു ബെഡ്റൂം, ഇതതിൻ്റെ ക്ലോസറ്റ്, ഇതൊരു ബാത്റൂമായിരിക്കും. ഇത് ബാത്റൂമാണ്. ഇതിൻ്റെ ഒരു പാരിയോ ആണ്. മാസ്റ്റർ ബെഡ്റൂം, ഇത് മാസ്റ്റർ ബെഡ്റൂം. എൻ്റെ ലൈറ്റിൻ്റെ സംഗതികളെല്ലാം അവർ കണക്ട് ചെയ്തു. ഇത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ. അടിപൊളി വീടാണ്. ഇത് ഈ മൊത്തം ഏരിയയും ഇവിടെ മുതൽ ഈ ഏരിയ മൊത്തം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒറ്റ ലൈൻ മൊത്തത്തിൽ. അത് മാസ്റ്റർ ബെഡ്റൂം. അത് നമ്മുടെ തുണികളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അതിൻ്റെ ക്ലോസറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടോയ്ലറ്റും ഷവറും ഇതെല്ലാം ഇവിടെ വരും. ഇത് ടോയ്ലറ്റ്, ഈ ഏരിയ ടോയ്ലറ്റ് വരും. ഇത് ഷവർ, ഇതതിൻ്റെ കൗണ്ടറും കാര്യങ്ങളും ഗ്ലാസും എല്ലാം ഇവിടെ വരണം. അപ്സ്റ്റെയറിലൊന്ന് പോയി നോക്കാമേ എന്താ എന്നുള്ളത്. രസമുണ്ട് കാണാനായിട്ട്. എയർ കണ്ടീഷൻ്റെ മെയിൻ സംഭവങ്ങളായത്. എയർ കണ്ടീഷൻ്റെ ഏരിയ ഇതൊക്കെ. ഇങ്ങനെ ഒരു ബെഡ്റൂം ഇവിടെ നിന്നിങ്ങനെ നല്ല ഗ്ലാസ് വിൻഡോസ് വന്നാൽ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ
ഇതിൻ്റെ ബാത്റൂം വരും. ഇവിടെ വേറൊരു ബെഡ്റൂം. മൊത്തത്തിൽ 4 ബെഡ്റൂമായി വീട്. ഇത് അവിടെ കിച്ചൺ, ഇത് ഇവിടെ ഫാമിലി റൂമും കിച്ചണും ഒരുമിച്ചായിരിക്കും കേട്ടോ. ഇപ്പം നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് പണിത് വരുന്നത്, പുതിയ വീടുകളെല്ലാം. ഫാമിലി റൂമും ഗസ്റ്റുകളൊക്കെ വന്ന് നമ്മുടെ ഫാമിലി ആയിട്ട് ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുമ്പം ഇവിടെ വന്നിരിക്കും. അതിനുള്ള ഏരിയ ഇത്. അതിനോട് ചേർന്നായിരിക്കും. കിച്ചൺ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. കിച്ചൺ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യത്തില്ല. ഇത് ഭയങ്കര ഒരു സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ. ഉണ്ട്, നമ്മളന്ന് പറഞ്ഞ പോലെ എൻ്റെ ഭിത്തിയുടെ ഇടവഴി, ഈ തടിയുടെ ഇടവഴിയുള്ള ലൈനുകൾ അതെല്ലാം പോയിരിക്കുന്നത്. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ഇവിടെ ഇതിൻ്റെ ഒന്നെങ്കിൽ ഇത് വുഡായിരിക്കും വരുന്നത്. ഫ്ലോറിങ് മേ ബി അത് ആരും ടൈൽസ് ഇടത്തില്ല, എല്ലാവരും വുഡാണ് ഇടുന്നത്. ഉണ്ടല്ലേ? അപ്പോൾ ഈ വീടിൻ്റെ സൈസ് കണ്ടില്ലേ? നല്ല സൗകര്യമുള്ള വീട്. 1 മില്യന് മേലെ, 1 മില്യൺ ആകും ഈ വീട് മേടിക്കും. എന്നെ കണ്ടില്ല? അങ്ങ് താഴോട്ട് നോക്കി, അങ്ങ് താഴെയും പുതിയ മോഡൽ ഹോം. ഇത് മോഡൽ ഹോമാണ്. ഈ മോഡൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മോഡൽ ഹോമാണ്. ഈ മോഡൽ ഹോം കണ്ടിട്ടാണ് ആൾക്കാർ വന്നിട്ട് ഇതേ പാറ്റേണിലുള്ള വീട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മേടിക്കാൻ പറ്റുന്നത്. ആ താഴെ പണിയുന്നത് മോഡൽ ഹോമുകളാണ് പണിയുന്നത്. അപ്പോൾ അത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു 5ഓളം വ്യത്യസ്തമായ വീടുകൾ ഇതിൻ്റെ അകത്ത് കാണും. അതിൻ്റെ ആ 5 വീടിൻ്റെയും മോഡൽ ഹോം അവർ ആദ്യം പണി. എന്നിട്ട് അത് വന്ന് കണ്ടതിന് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ആൾക്കാർ സൈൻ ചെയ്യുന്നത് വീട് വേണമെന്ന് പറഞ്ഞ്. ഇതെല്ലാം ലോട്ടുകളാണ്. ഈ ലോട്ടെല്ലാം ഇവിടെ അവൈലബിളായിട്ട് കിടക്കുക. ഈ വീട് പണിത് കംപ്ലീറ്റ് ആയതിനു ശേഷം മോഡൽ ഹോമായിട്ട് അവർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ആൾക്കാർ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് സ്ഥലം മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ലോട്ട് അവർ തിരഞ്ഞെടുക്കും. അപ്പോൾ അവർക്ക് ഏത് ഏരിയയിലാണ് വേണ്ടിയെന്ന് വെച്ചാൽ അവർ ആ ലോട്ട് അവർ ഇഷ്ടപ്പെട്ട് അവർ പറയും എനിക്ക് ഈ ലോട്ട് മതിയെന്ന് പറഞ്ഞാൽ അവിടെ ആയിരിക്കും അവരുടെ ഇഷ്ടപ്പെടുന്ന വീടിൻ്റെ മോഡൽ ഹോം പണിത് കൊടുക്കുന്നത്. ഈ മോഡൽ ഹോം ഈ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് വീടുകളും തീർന്നതിന് ശേഷം ഇതിൻ്റെ അകത്തെ എല്ലാ ലോട്ടുകളും പോയതിന് ശേഷം മൊബൈൽ ഹോം സെപ്പറേറ്റ് ആയിട്ട് വിൽക്കാനിടും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തുള്ള വിത്ത് ഫർണിച്ചർ, അതിൻ്റെ വോളിലുള്ള വാൾ പിക്ചേഴ്സ് എല്ലാം ചേർത്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അടുത്ത വീട് പണിതുകൊണ്ടിരിക്കുന്നു. ഇതും മോഡൽ ഹോമായിട്ടാണ് പണിയുന്നത് കേട്ടോ. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ എയർ കണ്ടീഷൻ്റെ ലൈനുകൾ ഇത് കണ്ടില്ലേ? ഇതും നല്ലൊരു വീടാണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അമേരിക്കയിലെ വീടുകൾ മൊത്തത്തിൽ സെൻട്രലൈസ്ഡ് AC ആയിരിക്കും. എയർ കണ്ടീഷൻ്റെ ലൈനുകൾ കൊടുക്കാനായിട്ട് എല്ലാം ഇവർ എടുത്തു വച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതിനി ഈ ലൈനുകൾ മൊത്തം ഇനി ഇതാണ് എയർ കണ്ടീഷൻ്റെ മെയിൻ ഹെഡ്. ഇത് വരുന്നത് ഇവിടെ നിന്നാണ് ഈ ലൈൻ മൊത്തത്തിൽ പോകുന്നത്. അപ്പോൾ ഈ ട്യൂബ് പോലെ കിടക്കുന്ന എല്ലാ ഏരിയയിലോട്ടും ഇനി അത് കണക്ട് ചെയ്യണം. ഇത് കണ്ടില്ലേ? ഇത് ഒരു വലിയ വീടാണ് കേട്ടോ. ഇത് ഒരു നില മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇലക്ട്രിക്കൽ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ആദ്യം അവർ എയർ കണ്ടീഷൻ്റെ ലൈനുകളാണ് വലിക്കുന്നത്. കാണുന്ന ഈ 2 ഇത് കാർ ഗരാജാണ്. ഇത് ഇവിടെ 3 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 3 കാർ ഗരാജാണ്. അതിൻ്റെ അപ്പുറം തൊട്ട് നോക്കിയ വേറൊരു വീടും. ഇതും 3 കാർ ഗരാജാണ്. പക്ഷേ ഇത് വലിയൊരു വീടാണ്. ഈ വീട് പണിയുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റും അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഹോളോ ബ്രിക്സ് പോലത്തെ സിമെൻറ്റിൻ്റെ ഈ സാധനം കട്ട് പീസ് കൊണ്ട് ഇവർ പണിയത്തുള്ളൂ. പക്ഷേ അതിൻ്റെ മേലോട്ട് മുഴുവൻ തടിയാലായിരിക്കും നിൽക്കുന്നത് കേട്ടോ. അതാത് കാലാവസ്ഥ അനുസരിച്ചും അതാത് രീതികളനുസരിച്ചാണ് പണിയുന്നത്. പലരും ചോദിച്ചു കൊടുങ്കാറ്റ് വന്നാൽ പോകത്തില്ലേ, ഭൂമി ഒലിങ്ങിയേ പോകത്തില്ലേ? അങ്ങനെയൊന്നും ഇവിടെ പോകത്തില്ല. കൊടുങ്കാറ്റ് വന്നാലൊന്നും ഇത് ഇതിൻ്റെ റൂഫ് മാത്രമേ പോകത്തുള്ളൂ. ഇതിൻ്റെ ഔട്ട്സൈഡിലുള്ള ഒന്നിനും ഒരു ഡാമേജും വരത്തില്ല. ഇതിൻ്റെ റൂഫ് മാത്രമാണ്, എല്ലാത്തിൻ്റെയും റൂഫിനാണ് എപ്പോഴും ഡാമേജ് പറ്റുന്നത്. ഇതും ഒരു വലിയ വീടാണ്. ഇതിൻ്റെ മേലെ വശമൊക്കെ കണ്ടില്ലേ? നമുക്ക് പോയി നോക്കാം. ഞാൻ നിങ്ങളെ അതുകൂടെ കാണിക്കാം. ഇതും മറ്റേ എയർ കണ്ടീഷൻ്റെതായ പണികളോ ഇലക്ട്രിക്കൽ പണികളോ ഒന്നും ആയിട്ടില്ല. പൈപ്പിൻ്റെ ലൈനുകൾ മാത്രം എല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട് അവർ. ഇത് കണ്ടല്ലേ? കൈവരി പോലും വെച്ചിട്ടില്ല. ഇതിനിങ്ങനെ കയറി
മൊത്തം തടിയല്ല വീട്, പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു കൂറ്റൻ വീടാണ് കേട്ടോ. പലർക്കും സംശയമുണ്ട്, ഇങ്ങനെ തടിയെ പണിത് കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും ഡാമേജ് വരുമോ? ഒന്നും വരത്തില്ല കേട്ടോ. 100 വർഷമായ 150 വർഷമായ 200 വർഷമായ വീടുകൾ പോലും ഒരു പോറൽ പോലും കേൾക്കാതെ ഇവിടെ ഉണ്ട്. ഈ വീടിൻ്റെയും പണി തീരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ അതിൻ്റെ വീഡിയോ തീർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാമേ. പോകുന്നത് അടുത്ത മോഡൽ ഹോമിൻ്റെ വരാൻ പോകുന്നതിൻ്റെ അവർ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണിത്. ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇവർ ഭൂമിയുടെ അടിവഴി അതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളും എല്ലാം എടുത്തതിന് ശേഷം ഇതിപ്പോൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഓരോ ഏരിയയിലോട്ടുള്ള പൈപ്പ് ലൈനിൻ്റെ കണക്ഷൻ കണ്ടോ കിടക്കുന്നത്, അതെല്ലാം ആദ്യം എടുക്കും. പൈപ്പിൻ്റെ ലൈൻ മുഴുവൻ ഭൂമിയുടെ അടിവഴിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലൈനുകൾ മൊത്തം ഭൂമിയുടെ അടിവഴി വന്ന് ആദ്യം അതിൻ്റെ ലൈൻ ഇവിടെ അതിൻ്റെ എടുത്തു വെക്കും. എന്നിട്ടാണ് അത് കോൺക്രീറ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ പണികൾ എളുപ്പമല്ലേ. കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് അവർ പ്ലാസ്റ്റിക്കും കൊണ്ട് കവർ ചെയ്തിരിക്കുക. ഇനി അടുത്ത ദിവസം തൊട്ട് അതിൻ്റെ പണി ഇവിടെ നടക്കും. അടിപൊളിയല്ലേ. എല്ലാ സ്ട്രീറ്റിനും പേരിട്ടു. അതെല്ലാം ഗൂഗിളിൽ അവർ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനത്തെ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നു. വാർപ്പിനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ ഈ സാധനം വെച്ചിട്ടാണ് നമ്മുടെ പുറമേ വീടിൻ്റെ നമ്മുടെ ഹോളോ ബ്രിക്സ് പോലത്തെ സാധനം തന്നെ, സെയിം തിങ്. ഇതാണ് പുറമേ നിന്ന് വെച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഞാൻ കാണിച്ച പോലെ തന്നെ തടിയും കൊണ്ടുള്ള പണികൾ നടക്കുന്നത്. അപ്പം ഇതാണ് പണികൾ നമ്മൾ കാണാൻ വേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം. ഇതാണ് ഈ കമ്പനിയാണ് ഇവിടെ പണിയുന്നത്. കണ്ടോ, വെസ്റ്റ് ബേ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. ആ ഒരു കമ്പനിയാണ് ഈ ലാൻഡിൽ മൊത്തം കൺസ്ട്രക്ഷൻ നടക്കുന്നത്. കണ്ടോ, ഈ ലോട്ട് അവൈലബിൾ ആണ്. ഇതിപ്പോൾ മോഡൽ ഹോമായിട്ട് പണിത് കംപ്ലീറ്റ് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് സൈൻ ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ മേടിക്കുന്നത് വീട്. ഈ ലോട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഈ ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഇനി നമുക്ക് കംപ്ലീറ്റ് പണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് നമുക്ക് കാണാമേ. അപ്പോൾ അതുവരെയും നിങ്ങൾ കാത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.